ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്കിന്ന് വർക്കുള്ള ദിവസമാണ് ഗായ്സ്. വർക്കുള്ള ദിവസമായതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് പണികളൊക്കെ തീർത്തു. ഇന്ന് ഞങ്ങൾ പുട്ടും മുട്ടക്കറിയാണ് വെച്ചത്. ക്ലീനിങ്ങും ഈ പരിപാടി എല്ലാം ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, വേഗം ഫുഡൊക്കെ കഴിച്ച് റെഡിയായി ഞങ്ങൾ പോയി. ആദ്യം ഞങ്ങൾ എറണാകുളത്ത് പോയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ വരാപ്പുഴയിലേക്കുള്ള ബസ് കയറിയത്. അപ്പോൾ ഗായ്സ്, എനിക്ക് വരാപ്പുഴയിലാണ് ഇന്ന് വർക്ക്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, വരാപ്പുഴയിലേക്ക് പോകാൻ. കാരണം പച്ചപ്പും ഹരിതാപവും പുഴകളും കാടുകളും എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡിൻ്റെത് മാത്രം സെറ്റായിട്ടുണ്ടായില്ല എന്നുള്ളൂ. ബാക്കി എല്ലാ കൗണ്ടറും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പുറത്തും ഉണ്ടായിരുന്നു കൗണ്ടർ, അകത്തും ഉണ്ടായിരുന്നു കൗണ്ടർ. പിന്നെ വലിയ പരിപാടി ആയതുകൊണ്ട് തന്നെ ആ ഒരു സെറ്റപ്പായിരുന്നു എല്ലാം ചെയ്ത് വെച്ചത്. പിന്നെ ഞങ്ങളെല്ലാം പ്ലേറ്റൊക്കെ തുടച്ച് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കടി കിട്ടി. കടികൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അപ്പവും മുട്ടക്കറിയും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചുകൊണ്ടാണ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത്. എന്നാച്ചാലും കുഴപ്പമില്ല, വയറ് നിറഞ്ഞു. ഞങ്ങൾ യൂണിഫോമൊക്കെ മാറ്റി വന്നപ്പോഴത്തേക്കും ദേണ്ടേ പിള്ളേർ പ്രാക്ടീസ് വെറുതെ ചുമ്മാ. അപ്പോൾ പിന്നെ എനിക്ക് വെൽക്കം ഡ്രിങ്കിലായിരുന്നു നിൽക്കേണ്ടി വന്നത്. അപ്പോൾ ഞാൻ വെൽക്കം ഡ്രിങ്കിൽ പോയി നിന്നു. അപ്പോഴേക്കും ബെസ്റ്റ് വിഷസ് ഇതിനെ ബോർഡിൽ പോയി ഞങ്ങൾ അങ്ങനെ എഴുതിയൊക്കെ വെച്ചു. പിന്നെ ഫാമിലി ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കട്ട് വെയിറ്റിംഗാണിത്. വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, ഡാൻസേഴ്സിൻ്റെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ കണ്ടിരുന്നു കുറച്ച് നേരം. ഞങ്ങളത് കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഫാമിലി എല്ലാം വന്നു. ഞങ്ങൾ അവർക്ക് ഫുഡ് സർവ് ചെയ്തു. ഞങ്ങളും ഫുഡ് കഴിച്ചു പോവാൻ നേരം ആയപ്പോഴാണ് ഈ ഒരു കാഴ്ച ഞാൻ കാണുന്നത്. പിന്നെ പാക്കപ്പ് എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ചേച്ചിമാരുടെ വക ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഈ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പാടിയിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഗായ്സ്. എറണാകുളത്ത് നിന്ന് ബസ് കയറി വരുന്ന വഴിക്ക് ഡ്രൈവർ ഒന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. സഡൻ ബ്രേക്ക് ഇടുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 2 പിള്ളേർ ബസ്സിലൊന്ന് വീണു. ആ കൂട്ടത്തിൽ എൻ്റെ തല എവിടെയോ പോയി അടിച്ചായിരുന്നു. അത് കമ്പിയിലാണോ അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരത്തിയുടെ കൈയാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോഴും. അതാണ് ആ കിളി പോയിരുന്നത് വെച്ചിട്ട്. പിന്നെ കുറച്ച് നേരം ലിയാൻ ബേബീൻ്റെ കൂടെ കളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഫ്രഷ് ആവാൻ പോയി. ഫ്രഷായി വന്ന് കുറച്ച് നേരം സ്കിൻ കെയറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാനൊക്കെ ആദ്യം കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് നിന്നപ്പോൾ എനിക്ക് കാലൊക്കെ തടവി തന്നു. പിന്നെ എന്നെയും കൊണ്ടൊന്ന് പുറത്ത് പോയി. ഞങ്ങൾ പിള്ളേരുടെ അടുത്ത് പോയി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ നെച്ചു ഫുഡ് കഴിക്കണമായിരുന്നു. ലിൻ പ്രേയറിലായിരുന്നു, പ്രാർത്ഥനയിലായിരുന്നു ലിന്ന്. പിന്നെ ഉള്ള ഈ പ്രഹസനങ്ങളാണ് സഹിക്കാൻ പറ്റാത്തത്. പിന്നെ കോങ്കണ്ണൊക്കെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കോങ്കണ്ണ് കാണിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയിപ്പോവും എന്നൊക്കെ പറഞ്ഞപ്പോൾ പേടിച്ചു ആൾ. തിരിച്ച് വന്നു. ഞാൻ കിൻഡർ ജോയ് കഴിച്ചു കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ദിവസം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.